Is there a text in the class by സ്റ്റാൻലി ഫിഷ്? മൊത്തം എസ്സേയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 സെൻറ്റൻസ് ഒരു സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മീനിങ്ങും അതിൻ്റെ കോണ്ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി ഫിഷ് 2 സെൻറ്റൻസസ് അനലൈസ് ചെയ്യണം. ഒന്ന്, ഈസ് ദർ എ ടെക്സ്റ്റ് ഇൻ ദിസ് ക്ലാസ്, പിന്നെ ദ എയർ ഈസ് ക്രിസ്പ്. ഈ 2 സെൻറ്റൻസ്, ആദ്യത്തേത് ഒരു സ്റ്റുഡൻറ്റ് അതിൻ്റെ ട്യൂട്ടറോട് ചോദിച്ചതാണ്. രണ്ടാമത്തത് ഇ ഡി ഹിർഷ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ സെൻറ്റൻസാണ്. ഈ 2 സിറ്റുവേഷൻസ് അനലൈസ് ചെയ്തിട്ട് സ്റ്റാൻലി ഫിഷ് കൺക്ലൂഷനിൽ എത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൺക്ലൂഷൻ ഉണ്ട്. ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ സെൻറ്റൻസിൻ്റെ ഒക്കെ മീനിങ്ങിനെ ലിമിറ്റ് ചെയ്യണത് കോണ്ടെക്സ്റ്റാണ്. അതായത് ഇപ്പോൾ ഒരു ലാംഗ്വേജ് സിസ്റ്റത്തിലുള്ള റൂൾസിനേക്കാൾ ഉപരി നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റാണ് അതിൻ്റെ മീനിങ് നിശ്ചയിക്കുന്നത്. എന്ത് സിറ്റുവേഷനിലാണോ നമ്മളത് പറഞ്ഞത് അതിനനുസരിച്ച് അതിൻ്റെ മീനിങ് മാറും. അപ്പോൾ ഒരു വേർഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണതിനെ എന്താണ് ലിമിറ്റ് ചെയ്യണത്? കോണ്ടെക്സ്റ്റാണ് അവിടെ ലിമിറ്റ് ചെയ്യണത്. സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടേക്ക് എപ്പോഴും ഓരോ കാര്യങ്ങളുടെ മീനിങ് ഉണ്ടായിരിക്കാം. നമുക്കിപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാണ്ട് ഒരു കാര്യത്തിനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഒരു സിറ്റുവേഷനും ഇല്ലാണ്ട് ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹ്യൂമൻ ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, നമുക്കറിയണ ഏതെങ്കിലും ഒരു സിറ്റുവേഷനായിട്ട് നമ്മളങ്ങോട്ട് അസോസിയേറ്റ് ചെയ്യും. അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കണം അതിൻ്റെ കോണ്ടെക്സ്റ്റിനായിരിക്കും, എന്നിട്ടാണ് പിന്നെ അതിൻ്റെ മീനിങ് നമ്മൾ അന്വേഷിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ശരിയല്ല എന്നാണ് സ്റ്റാൻലി ഫിഷ് പറയുന്നത്. അതായത് ഒരു കാര്യത്തിൻ്റെ കോണ്ടെക്സ്റ്റും അതിൻ്റെ മീനിങ്ങും ഒരുമിച്ച് നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ആദ്യം കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ മീനിങ് കണ്ടെത്താൻ നിൽക്കരുതെന്നാണ് പറയുന്നത്. പിന്നെന്താ, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈ കേൾക്കുന്ന സെൻറ്റൻസുകളുടെ മീനിങ് ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ്. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഓരോ കൺവെൻഷണൽ നോംസും കൺവെൻഷണൽ ബിലീഫ്സൊക്കെ വെച്ചിട്ടാണ് നമ്മളെല്ലാത്തിനെയും കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി അസംഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാര്യങ്ങളെപ്പറ്റി. അങ്ങനെ ചെയ്യരുതെന്നാണ് ഇയാൾ ഈ മൊത്തം എസ്സേയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻലി ഫിഷിൻ്റെ ഒരു കൊളീഗ് ആളുടെ അടുത്ത് സ്റ്റുഡൻറ്റ് വന്നിട്ട് ചോദിക്കുകയാണ്, ഈസ് ദർ എ ടെക്സ്റ്റ് ഇൻ ദിസ് ക്ലാസ്. അപ്പോൾ ഇയാൾക്ക് ഇതിൻ്റെ കറക്റ്റ് മീനിങ് മനസ്സിലായില്ല. ആ കോണ്ടെക്സ്റ്റ് എന്താണ്? ഒരു സ്കൂളിൽ സ്റ്റുഡൻറ്റ് വന്നിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുന്ന കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇയാൾ ഇതിൻ്റെ മീനിങ് എടുത്തതെന്ന് വെച്ചാൽ ഫിസിക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എന്നുള്ളത്, അങ്ങനെ ആയിരിക്കും ആ കുട്ടി ചോദിച്ചതെന്നാണ്. ഇയാൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് പറഞ്ഞത്, പക്ഷേ ആ കുട്ടി ചോദിച്ചത് അങ്ങനെയല്ല. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോയെന്നല്ല, നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ടാണോ കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ ആ ടെക്സ്റ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ആ കുട്ടി ഉദ്ദേശിച്ചത്. പക്ഷേ കോണ്ടെക്സ്റ്റ് മറ്റേതായതുകൊണ്ട് ടീച്ചർ വിചാരിച്ചത് ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയാണ് കുട്ടി ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളായാലും അങ്ങനെ ഒരു കുട്ടി വന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇമേജ് ആയിരിക്കും വരാം. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെ റൂൾ ചെയ്യുന്നത് ലാംഗ്വേജ് സിസ്റ്റത്തിൻ്റെ റൂൾസ് അല്ല, മറിച്ച് ഈ ഒരു കോണ്ടെക്സ്റ്റാണ് എല്ലാത്തിൻ്റെയും മീനിങ്ങിനെ ഡിറ്റർമൈൻ ചെയ്യണത്. കോണ്ടെക്സ്റ്റാണ് നമ്മൾ റൂൾ ചെയ്യുന്നത്, സിറ്റുവേഷൻസ് ആണെന്നാണ് നമ്മൾ സ്റ്റാൻലി പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും വേറൊരു മീനിങ് നമ്മുടെ തലയിലേക്ക് വരില്ല. ഈവൺ ഈ കുട്ടി പോയി ചോദിച്ചത് ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴല്ല, അവരുടെ രണ്ടുപേരും പ്രൈവറ്റ് കോൺവെർസേഷനിലാണ്. എന്നിട്ട് പോലും അതിനെ ഫ്രീ ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ആ കോണ്ടെക്സ്റ്റിനെ വെച്ചിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കോണ്ടെക്സ്റ്റ് ലിമിറ്റ്സ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ അട്രൻസസ് ഓർ വേർഡ്സ് എന്നാണ് പറയണത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കോണ്ടെക്സ്റ്റ് ഇല്ലാണ്ടൊരു കാര്യം തന്നാലും നമ്മൾ അതിന് എന്തെങ്കിലും ഒരു നമുക്കറിയുന്ന കോണ്ടെക്സ്റ്റായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കേട്ടിട്ടുള്ള കോണ്ടെക്സ്റ്റിനായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. ഇ ഡി ഹിർഷ് എന്ന് പറഞ്ഞ ആൾ, HIRSCH ആൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ദ എയർ ഈസ് ക്രിസ്പ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ അതിന് പ്രത്യേകിച്ച് കോണ്ടെക്സ്റ്റ് ഒന്നും ഇല്ലാണ്ട് തന്നിട്ടുണ്ട്. നമ്മളതിനെ അസോസിയേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള മീനിങ് നമ്മൾ മിക്കവാറും അതിനെ റിലേറ്റ് ചെയ്യണത് സംതിങ്സ് എന്തോ ഒന്ന് നടക്കാൻ പോകുന്നുണ്ട്, നമ്മൾ പറയില്ലേ എന്തോ തകരാറ് അല്ലെങ്കിൽ എന്തോ ഒരു ഇത് മണക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ദയർ ഈസ് ക്രിസ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചിന്തയായിരിക്കും കൂടുതലും വരാം. പിന്നെ വേറൊരു മീനിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് എയർ കോൾഡായിരിക്കുകയാണ്, അങ്ങനെ ആ ഒരു ലിറ്ററൽ മീനിങ്ങും വരാം. പക്ഷെ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് എന്താണോ അതിനാണ് നമ്മൾ റിലേറ്റ് ചെയ്യുള്ളൂ.
ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു പ്രയർ നോളേജ് ഉണ്ട് ആ ഒരു വേർഡിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഈസ് ദെയർ എ ടെക്സ്റ്റ് ഇൻ ദ ക്ലാസ് എന്ന് ചോദിക്കുമ്പോൾ ആ ടെക്സ്റ്റ് എന്നുള്ള വാക്കിന് തന്നെ നമ്മളിങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കായിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രിയർ നോളേജ് ഉപയോഗിച്ച് എന്തെങ്കിലും സാധനം അണ്ടർസ്റ്റാൻഡ് ചെയ്യണതിനാണ് പ്രീ റീഡിങ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ അതിൻ്റെ മീനിങ്ങിലേക്ക് ഇറങ്ങിച്ചെല്ലാണ്ട് നമ്മൾ അങ്ങനെ പ്രീ റീഡിങ് വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. പിന്നെ ഇയാളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻലി ഫിഷ് ഇത് ഇയാളുടെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവർ ആ കുട്ടി പറഞ്ഞതിൻ്റെ ലിറ്ററൽ മീനിങ് എടുത്തില്ല. കാരണം അവർക്കറിയാം സ്റ്റാൻലി ഫിഷാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ തിയററ്റിക്കൽ മീനിങ് ആണ് പറഞ്ഞത്. പിന്നെന്താ, ഇത്ര തന്നെ മെയിനായിട്ട് ഇതിൽ പറയുന്നുള്ളൂ. നമ്മളുടെ മീനിങ്സ് കോണ്ടെക്സ്റ്റാണ് റൂൾ ചെയ്യണമെന്നുള്ളത്.